നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏഷ്യൻ വമ്പന്മാരായ ഉറാവ റെഡ് ഡയമണ്ട്സിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി നേരിടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 ഈ മത്സരം നടക്കുക. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് വമ്പന്മാരും ജാപ്പനീസ് വമ്പന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ഇതുവരെ നേടാൻ കഴിയാത്ത ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. എന്നാൽ ഇത്തവണ ഈ വേൾഡ് കപ്പ് തങ്ങൾക്ക് നേടേണ്ടതുണ്ട് എന്നത് സിറ്റി പരിശീലകനായ പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം കൂടി നേടി ഈ ഒരു സർക്കിൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും പെപ്പ് കൂട്ടിച്ചേർത്തു. സിറ്റി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കണം. ഞങ്ങളുടെ കൈവശം ഇല്ലാത്ത ഒരു ട്രോഫിയാണ് ഇത്. ഞങ്ങളുടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. സാധിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് നേടണം. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനിയൊരു അവസരം ലഭിച്ചു എന്ന് വരില്ല, ചിലപ്പോൾ ലഭിച്ചേക്കാം. പ്രീമിയർ ലീഗിൽ ഓരോ 3 ദിവസം കൂടുമ്പോഴും മത്സരങ്ങൾ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഇത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്, പക്ഷെ മികച്ച രീതിയിൽ കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സിറ്റി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കോമ്പറ്റീഷനിലുമായി അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം വിജയിച്ചാൽ കലാശ പോരാട്ടത്തിൽ അവർക്ക് നേരിടേണ്ടി വരിക ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലൂമിനൻസിനെയാണ്. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ അൽ അഹ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ഇപ്പോൾ ഫ്ലൂമിനൻസ് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.